എന്നാൽ മറ്റ് സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് വളരെ മാന്യന്മാരെന്നും പ്രബുദ്ധരെന്നും കരുതുന്ന നമ്മൾ പക്ഷെ റോഡിൽ അതൊക്കെ അങ്ങ് മറക്കുക. എച്ചെടുത്താൽ മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് കഠോരമായ ടെസ്റ്റുകൾ നടത്താനാണ് മന്ത്രി തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ട്രാക്കുകളിൽ പരിഷ്കാരം വരുത്തണമെന്നാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂളുകാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മന്ത്രി പറഞ്ഞതനുസരിച്ച് ട്രാക്കുകൾ ഒരുക്കുന്നതിനായി ലക്ഷങ്ങൾ തന്നെ ചെലവ് വരുന്ന ഒന്നാണ്. ഇതൊക്കെയും ഈ പരിമിത സമയത്തിനുള്ളിൽ നടപ്പിലാക്കാൻ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകൾക്കും വളരെയധികം പാടാണ്. തുടക്കത്തിൽ തന്നെ കല്ലുകടിയുമായിട്ടാണ് KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഭരിച്ച ആന്റണി രാജുവിനെ പോലും പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ പത്രസമ്മേളനം പോലും ഗണേഷ് കുമാർ നടത്തിയത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അവിടെ മാത്രം, അതായത് ആ ഓഫീസിൽ മാത്രം 3 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലുള്ളത്. നമസ്കാരം. ഏറ്റവും കൂടുതൽ ആളുകൾ പഴി കേൾക്കുകയും വീട്ടുകാരെ പറയിക്കുകയും ചെയ്യുന്നത് തൊഴിലിടങ്ങളിലോ വീടുകളിലോ സ്കൂളുകളിലോ ഒന്നുമല്ല, മറിച്ച് റോഡുകളിൽ തന്നെയാണ്. വിവേചന ബുദ്ധിയില്ലാത്ത പലരുടെയും ഡ്രൈവിംഗ് ആണ് അതിന് കാരണം. ഇപ്പോൾ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും പഴി കേൾക്കേണ്ടി വന്നതും ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് രാവും പകലും കഴിക്കേണ്ടി വരുന്നതിനും കാരണം റോഡിൽ പാലിക്കേണ്ട മാന്യത പുലർത്താത്തതിനാലാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം പ്രത്യേകിച്ച് നമുക്ക് കേരളീയർക്ക് ആവശ്യവുമാണ്. പലരും എന്നാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മാന്യന്മാരെന്നും പ്രബുദ്ധരെന്നും കരുതുന്ന നമ്മൾ പക്ഷെ റോഡിൽ അതൊക്കെയും മറക്കും. ബോധമില്ലാതെയുള്ള ഓവർടേക്കിങ്ങുകളും കുത്തിത്തിരികി ട്രാക്കുകൾ പോലും നോക്കാതെയുള്ള ഡ്രൈവിങ്ങും, എന്തിനേറെ പറയാൻ വാഹനത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ടേൺ ഇൻഡിക്കേറ്ററിന്റെ ഉപയോഗത്തെക്കുറിച്ച് പോലും വ്യക്തമായി അറിയാതെയാണ് പലരും വാഹനങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങുന്നത്. ഇതുമൂലം സൂക്ഷിച്ച് എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് മര്യാദയ്ക്ക് വാഹനം ഓടിക്കുന്നവർക്ക് പോലും ഭയമില്ലാതെ വാഹനങ്ങൾ പോയി റോഡിൽ ഇറങ്ങാൻ പോയിട്ട് ഒന്ന് കാൽനടയായി യാത്ര ചെയ്യാൻ പോലും ഭയമായി തുടങ്ങിയിട്ട് കാലങ്ങളായി. വാഹനത്തിന്റെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നതും ഒരു കാരണമാണ്. അതോടൊപ്പം വികസിക്കേണ്ട റോഡിന്റെ വികസനവും വലിയ കാര്യമായി ഇവിടെ ഉണ്ടാകുന്നില്ല. പഞ്ചായത്ത് റോഡുകൾ പോലും പൊളിഞ്ഞ് വെള്ളം കെട്ടി മീൻ വളർത്താൻ തുടങ്ങിയാൽ പോലും നന്നാക്കാതെയാണ് ഓരോ പഞ്ചായത്ത് ഭരണസമിതികളും മുന്നോട്ട് അത് തള്ളി നീക്കുന്നത്. സുരക്ഷിതമല്ലാത്ത റോഡുകളും സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നു. ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നതിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി മാത്രം ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് എങ്ങനെയൊക്കെയോ റോഡിൽ വാഹനമായി ഇറങ്ങുന്നവരെ ലക്ഷ്യം വെച്ചാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ചില പരിഷ്കാരങ്ങൾ നടത്താൻ തീരുമാനിച്ച് തുനിഞ്ഞ് ഇറങ്ങിയത്. ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചത്. എച്ചെടുത്താൽ മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് കഠോരമായ ടെസ്റ്റുകൾ നടത്താനാണ് മന്ത്രി തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ട്രാക്കുകളിൽ പരിഷ്കാരം വരുത്തണമെന്നാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂളുകാരോട് നിർദ്ദേശിച്ചത്. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ട്രാക്കുകളിൽ കയറ്റം കയറാനും റിവേഴ്സ് എടുക്കാനും വാഹനം പാർക്ക് ചെയ്യാനും ഒക്കെ പഠിച്ചാൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് മന്ത്രിയുടെ പരിഷ്കാരം. അതുമാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസിന്റെ എണ്ണത്തിലും കുറവ് വരുത്താനും മന്ത്രി തീരുമാനമെടുത്തു. തുടർന്ന് മെയ് മാസം 1 മുതൽ തന്നെ എല്ലാം പ്രാവർത്തികമാക്കാനും നിർദ്ദേശിച്ചു. ഇതറിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളുകാർ ഇപ്പോൾ രണ്ടും കെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. സ്വന്തമായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാതെയാണ് കേരളത്തിലെ ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകളും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പലതും വാടകയ്ക്ക് എടുത്തിട്ടാണ് ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നത്, അതായത് ടെസ്റ്റിന് വേണ്ട പരിശീലനങ്ങൾ നൽകുന്നത്. മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇത്തരം ട്രാക്കുകൾ ഒരുക്കുന്നതിനായി ലക്ഷങ്ങൾ തന്നെ ചെലവ് വരുന്ന ഒന്നാണ്. ഇതൊക്കെയും ഈ പരിമിത സമയത്തിനുള്ളിൽ നടപ്പിലാക്കാൻ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകൾക്കും വളരെയധികം പാടുമാണ്. ലൈസൻസിന്റെ എണ്ണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലൈസൻസ് ഒരു ദിവസം നൽകിക്കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറേണ്ട ആവശ്യമേ ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. അതുകൊണ്ട് 30 ലൈസൻസുകൾ എന്നാക്കി ചുരുക്കി. പിന്നീട് ആവശ്യമുയർന്നപ്പോൾ അത് 60 എന്നാക്കി ഉയർത്തുകയും ചെയ്തു. പുതിയ ലൈസൻസിന് വേണ്ടി ആദ്യമായി ടെസ്റ്റിൽ പങ്കെടുക്കുന്ന 40 പേർക്കും, അതായത് ഒരു തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ട് രണ്ടാമത് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന 20 പേർക്കും ചേർത്താണ് 60 എണ്ണമെന്ന് മന്ത്രി വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ ഒന്നും തന്നെ ഇതുവരെയായി പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ള ആശങ്ക ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ കല്ലുകടിയുമായിട്ടാണ് KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഭരിച്ച ആന്റണി രാജുവിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ പത്രസമ്മേളനം പോലും ഗണേഷ് കുമാർ നടത്തിയത്. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നടത്തി വന്ന ജനകീയ ബസ് സർവീസ് ആയിരുന്ന 10 രൂപ ബസ് പോലും നിർത്തലാക്കുകയും ചെയ്തത് വലിയ വിവാദത്തിലേക്ക് വഴിമരുന്നിടുകയായിരുന്നു. ഒരു പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് പോലും ഗണേഷ് കുമാർ പുറത്താകുമെന്ന് വരെയുള്ള പ്രചാരണം ഇതിനിടയിൽ സംഭവിച്ചിരുന്നു. എന്നാൽ 10 രൂപ ബസിന്റെ ചാർജിൽ വർധനവ് വരുത്തുകയും ചെയ്തു.
ഇപ്പോൾ നിലവിൽ 10 രൂപ ബസ് എന്ന സംവിധാനം തിരുവനന്തപുരം നഗരത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ആദ്യമൊക്കെ ഭരണം നന്നാകുമെന്ന് കരുതിയെങ്കിലും കല്ലുകടി തന്നെയായിരുന്നു. സഹമന്ത്രിമാരെ പോലും മുഖം നോക്കാതെ വിമർശിക്കുന്ന ഗണേഷ് കുമാർ കാരണം മെയ് 2 കരിദിനമായി ആചരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടന്നു വരുന്നത്. എന്നാൽ പ്രതിഷേധിച്ചോളൂ എന്നാണ് മന്ത്രിയുടെ ഭാഗം. നിങ്ങൾ എത്ര പ്രതിഷേധിച്ചാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇതിനിടയിൽ മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘമാണുള്ളതെന്ന് മന്ത്രി നടത്തിയ വിവാദ പരാമർശവും പിന്നിലുണ്ട്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അവിടെ മാത്രം, അതായത് ആ ഓഫീസിൽ മാത്രം 3 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധത്തിന് പിന്നിലുള്ളത്. ഇത്തരം മാഫിയകൾക്ക് കൂട്ടായി ഉദ്യോഗസ്ഥ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരായി നടപടി കടുപ്പിക്കുമെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട്. എന്താണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ? ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. അതേസമയം സർക്കുലർ യഥാസമയം പുറത്തിറങ്ങാൻ ഗതാഗത കമ്മീഷണർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായി തീർന്നത്. ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 30 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ കഴിയൂ. ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ഉറപ്പിച്ചിട്ടുള്ളത്. കൂടാതെ 15 വർഷത്തിന് മേൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിനായി അനുവദിക്കില്ല എന്നും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ വർഗീയ പരിവേഷത്തോടെ കാണാനാണ് CITU നേതാക്കൾക്ക് താല്പര്യം. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വൈഷമ്യം മന്ത്രിക്കും ഉണ്ടാകുന്നുണ്ടെന്നും CITU കുറ്റപ്പെടുത്തുന്നു. കയ്യിൽ കിടക്കുന്ന കാശും കൊടുത്ത് എങ്ങനെയെങ്കിലും വണ്ടി ഉന്തി പഠിക്കാമെന്ന് കരുതിയവർക്കൊക്കെ ഇരുട്ടടിയായിട്ടാണ് ഇപ്പോഴത്തെ പരിഷ്കാരവും സമരങ്ങളും കടന്നു പോകുന്നത്. മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ നല്ലതിന് തന്നെ. മിക്കപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് മര്യാദയില്ലാത്ത ഡ്രൈവർമാരാണ് നമ്മളുടെ റോഡുകളെ കുരുതിക്കളങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനൊരു അറുതി വരുത്തുന്നതിന് അന്തർദേശീയ നിലവാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തന്നെയാണ് ആവശ്യം. വെറുതെ 5ഉം 6ഉം ഗിയറിട്ട് റോഡിൽ കസർത്ത് കാണിക്കുന്ന ശീലം അവസാനിച്ചേ മതിയാകും. എന്നാൽ ഇതിനായി സർക്കാർ സംവിധാനങ്ങൾ രംഗത്ത് വരണം. ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിപ്പുകാർ കൈനിറയെ കാശും കൊണ്ടല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തി വരുന്നത്. അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയും ഓർക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനൊരു അല്ലെങ്കിൽ പരിശീലനം നടത്തുന്നതിനൊരു തീരുമാനം എടുക്കാൻ പോലും മന്ത്രി തയ്യാറായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. ഇതിനിടയിൽ ഡ്രൈവിംഗ് പരിശീലനം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനുമിടയില്ല. ഇപ്പോൾ തന്നെ പല ഡ്രൈവിംഗ് സ്കൂളുകളും ഭീമമായ തുക ഈടാക്കിക്കൊണ്ടാണ്, അതായത് മന്ത്രി പറഞ്ഞതുപോലെ ഉള്ള പാർക്കിങ്ങിനും മറ്റുമുള്ള പരിശീലനം നൽകുന്ന തരത്തിലുള്ള ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അവർ പരിശീലനം നൽകുന്നത്. ഇത്തരത്തിൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും പരിശീലനത്തിനുള്ള ട്രാക്കുകൾ ഒരുക്കേണ്ടതായി വരും. എന്തായാലും ഇത്തരത്തിലുള്ള പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.